ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നത ശ്രേഷ്ഠമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ ഇത് എന്നിൽ സംഭവിക്കട്ടെ എന്നാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ ആഗ്രഹമില്ലാത്തതിൽ ആരെങ്കിലും ഉണ്ടോ? ഉള്ളവരെല്ലാം ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. ഒരു വചനം വായിക്കാവേ. വചനം എന്ന് പറഞ്ഞാൽ കേട്ടോ ദൈവം, അല്ലാണ്ട് നമ്മൾ ഒരു പ്രതിമയുണ്ടാക്കി അത് ദൈവമല്ല. നമ്മളിപ്പോൾ ഒരു കോലെടുത്ത് ഇങ്ങനെ കുരിശ് വെച്ചു, കുരിശൊക്കെ ക്രിസ്ത്യാനിയുടെ ചിഹ്നം, അല്ലാണ്ട് ദൈവമല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ദൈവത്തിനെ നമ്മളൊരു സൃഷ്ടിയിൽ ഒതുക്കാൻ പാടില്ല. നമ്മുടെ ചിന്തയിലുള്ള ഒരു സൃഷ്ടിയുടെ മോച്ചായൊന്നും ദൈവത്തിനല്ല. നമുക്കങ്ങനെയൊന്നും ദൈവത്തിന് ഒരു സൃഷ്ടിയിൽ ഒതുക്കരുത്. ഈ ലോകവും പ്രപഞ്ചവും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രയും ഉണ്ടാക്കിയ ദൈവത്തിനെ നമ്മൾ ആത്മാവിലാകുന്ന ദൈവത്തിനെ ഇങ്ങനെ ഒതുക്കാൻ പാടില്ല കേട്ടോ. യെശയ്യാ 54:17 പറയുക, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കില്ല. അപ്പോൾ യേശുമ്പരാനെ നമ്മളോട് ദൈവം സംസാരിക്കും. നിനക്ക് വിരോധമായിട്ട് പലരും പലതും പറയും, അതൊന്നും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേക്കുന്ന എല്ലാ നാവിനെയും ഞാൻ കുറ്റം വിധിക്കുന്നു. ദൈവം പറയുക, നീ കുറ്റം വിധിക്കുമെന്നാണ് പറഞ്ഞേക്കണേ. നമുക്കതിനുള്ള അധികാരം ദൈവം തരുക. യഹോവയുടെ ദാസന്മാരുടെ അവകാശം എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതി ഇത് തന്നെയാവുന്നു. ഇതൊക്കെ ദൈവം നമുക്ക് ദൈവമക്കൾക്ക് ഒരു അവകാശമായിട്ട് തരുക. യഹോവയുടെ ദാസന്മാർന്ന് ഇത് പഴയ നിയമത്തിൽ പറഞ്ഞേക്കണം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മ മക്കളാണ്. അപ്പം അതിൽ കൂടുതൽ അവകാശം. അപ്പം നമുക്കെതിരായിട്ടുള്ള ഒരു ആയുധവും ഫലിക്കുകയില്ല. അപ്പം ദൈവമക്കൾക്ക് എതിരായിട്ട് ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു അമ്പ് എയ്യുവാന്ന് വെച്ചോ, അത് ക്രിസ്തു അതിനെ ധരിച്ചേക്കുക. അത് അവിടെ തട്ടിയിട്ട് തിരിച്ച് അവരിലേക്കേ വരുള്ളൂ. അപ്പോൾ അത് വെറുതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളോട് പറഞ്ഞേക്കണേ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നിങ്ങളെ വിളിച്ചേക്കണേ. അതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പം ഇതിൽ ഞാൻ വചനം പറയണേ ആദ്യമേ പറയാം കേട്ടോ. ഈ വചനം പറയണേന്ന് പറഞ്ഞാൽ ഒരു കട ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കടയുടെ ഉടമസ്ഥനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ. എൻ്റെ ഉടമസ്ഥൻ എനിക്ക് തന്ന എല്ലാം, ഈ കടയുടെ ഉടമസ്ഥൻ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ യേശു ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ഇങ്ങനെ പറയാണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ഇതിൽ പറയണല്ലോ, ഞാൻ സുനി സജീവ്. അതുപോലെ ആദ്യം ഇങ്ങനെ ഇതിൻ്റെ ഉടമസ്ഥനെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പറയണതാ, ഇത് നിങ്ങൾക്ക് തുണി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി. ചിലർ പറയും വചനം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞില്ലേ, വചനം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ. ഈ വചനം എനിക്ക് തോന്നുന്നത് എൻ്റെ വീഡിയോയിൽ 95% ഈ വചനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് എപ്പോഴും പറയാറുണ്ട്. അത് എൻ്റെ മിടുക്കം കൊണ്ടല്ല, ദൈവത്തിൻ്റെ വാമൊഴിയാ വരുന്ന വചനമായത് കാരണം അവർക്കത് സ്വീകരിക്കാൻ പറ്റണേ. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടാണ് ആ വചനം അവർക്ക് ഹൃദ്യമായി തോന്നിയത്. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. കുറേ വെറൈറ്റികളുടെ സാരി വന്നിട്ടുണ്ട് ഓണത്തിൻ്റെ. നമ്മൾ ആദ്യം കാണുന്നത് ടിഷ്യൂ ബനാറസിൻ്റെ സാരി ആട്ടോ. ഇത് നോക്കിക്കേ, ഒറിജിനൽ ടിഷ്യൂ ബനാറസ്. കുറേ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൈ ചെയ്യാം. ടിഷ്യൂ കാഞ്ചീപുരത്തിനൊക്കെ ഭയങ്കര വിലയാട്ടോ. 25,000 രൂപയൊക്കെയാണ് ടിഷ്യൂ കാഞ്ചീപുരത്തിന്. ദൈവമേ, ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഒരു കല്യാണത്തിന് പീച്ച് കളറിൻ്റെ സാരി ബനാറസ് ഞാൻ നോക്കി കിടന്നിട്ട് എൻ്റെ എല്ലാം ഡൈ ചെയ്യിച്ചായിരുന്നു. എനിക്ക് കൃത്യം കിട്ടിയില്ല. ഞാനൊരു ഗോൾഡനിൽ പച്ചയുള്ളൊരു സാരി കൊടുത്തായിരുന്നു. ഇത് നമുക്ക് ടിഷ്യൂ ബനാറസാണ്. എനിക്ക് ഈ കളറാട്ടോ ഇഷ്ടം. ഇങ്ങനെ ഇത് വേണമെങ്കിൽ കുറച്ച് ഉടുത്ത് കഴിയുമ്പോൾ ഈ കളറിൽ അഴുക്കൊക്കെ പിടിച്ചാകുമ്പോൾ നമുക്ക് റെഡോ മെറൂണിലേക്കൊക്കെ ഡൈ ചെയ്യുകയും ചെയ്യാം. ഇതിന് വലിയ വിലയും മഞ്ഞില്ല. 3,390. എല്ലാവരും എന്നോട് ചോദിക്കും 3,399. എൻ്റെ ബനാറസ് സാരി കൊടുത്ത് ഞാൻ കുറേ വീഡിയോ ഒക്കെ ചെയ്തില്ലേ, അതെല്ലാം ഈ വിലയല്ലായിരുന്നു കേട്ടോ. 5,000 സംതിങ്ങിനെ ഞാൻ മേടിച്ച 4-5 സാരി പേജ് മേടിച്ചിട്ട് ഞാൻ ഡൈ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റാണ്. ഇതും അതുപോലെ സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ, കാരണം അതെനിക്ക് അറിയാവുന്ന കാരണമാണ് ഞാൻ സാരി ചാടി എടുത്തത്. അപ്പോൾ നിങ്ങൾക്കിത് കുറേ കഴിഞ്ഞ് ഡൈ ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെ വന്നേക്കും. നീ കണ്ടോ, എൻ്റെനൊന്നും ഇത്രയും ഒരു ടിഷ്യൂ ഗ്ലോ ഇല്ലായിരുന്നു. ഇപ്പോൾ ടിഷ്യൂ ബനാറസൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. ആദ്യം സിമ്പിൾ ഇതല്ലായിരുന്നു വന്നേ. ഇത് കണ്ടോ, സൂപ്പർ സാരിയാണ്. നമുക്കിങ്ങനെ എടുക്കാം, ഡൈ ചെയ്യാനും എടുക്കാം. ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഇതൊരു സൂപ്പർ സെറ്റാട്ടോ. ഇത് കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ. പിന്നെ കിട്ടാത്തവരൊക്കെ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. ഇത് വേറെയാണോ പ്രിൻ്റ്? ഇത് ഞാൻ നോക്കിയപ്പോൾ സെയിം പ്രിൻ്റ് പോലെ ഇച്ചിരി പ്രിൻ്റ് വ്യത്യാസം കേട്ടോ. അടിപൊളി സാരി, അടിപൊളി സാരി. ഒരു പേളിൻ്റെ മാല, കമ്മൽ, ഒരു ഫങ്ഷന്
നമുക്ക് 25,000 രൂപയുടെ സാരി ഉടുക്കണ സ്ഥലത്ത് ഇത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ഈ സാരി ഡൈ ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് ഡൈ ചെയ്ത് പിന്നെയും ചെയ്യാം. ഇതിനൊക്കെ ഭയങ്കര ഗുണമുണ്ട് കേട്ടോ. ഈ ഡയബിളിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു ഫംഗ്ഷൻ കൊടുത്തു പിന്നെ ഒന്ന് മൊത്തം ഡൈ ചെയ്താൽ മതി. ഇത് കണ്ടത് തെച്ചി കോട്ടൻ്റെ സാരി ആട്ടോ. എത്രയാണ്? 1990 കേട്ടോ. നമ്മൾ 2000-ക്കായിരുന്നു ഈ തവണ വന്നതിന് ഈ വിലയുള്ളൂ. ഇതിൻ്റെ ബ്ലൗസ് പീസ് സെയിം തന്നെയാണ്. ഇത് സെയിം തന്നെയാട്ടോ. അടിപൊളി സാരി ആട്ടോ. സൂപ്പറാണ്. ഒരു ബോട്ടിക് സാരിയാണ്. നല്ല എപ്പോഴും ഇരുന്ന് പോകുന്ന ഫാഷനായിരിക്കും, കനയില്ല. എന്നാലും നമുക്കിവിടെ വരുന്നവർക്കും ഓൺലൈൻകാർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതിൻ്റെ ഇച്ചിരി ഡിഫറൻറ്റ്. ഇതിൻ്റെ ബ്ലൗസ് സെയിം പോലെയാണോ? ഇതല്ലേ? ഇങ്ങനെ തന്നെ സെയിം തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബ്ലൗസൊക്കെ. വെള്ളമൊക്കെ കയറിയോ നിങ്ങളുടെ അവിടെ? ഞങ്ങളിപ്പോൾ താമസിക്കണ ആരപ്പുഴയാണ്. പണ്ട് എൻ്റെ വീട് കടാതിയാർന്നേ. എൻ്റെ വെള്ളം കയറും. ഇപ്പോൾ 2 വള്ളമുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, എൻ്റെ പിള്ളേർക്ക്, എൻ്റെ ആങ്ങളമാർക്ക് വെള്ളം കയറിയെന്ന് കേട്ടാൽ മതി. എൻ്റെ ആങ്ങളമാരൊക്കെ എനിക്കും കല്യാണം കഴിഞ്ഞ കാലത്ത് അങ്ങനെ കൊച്ചൊക്കെ കുഞ്ഞാണെന്ന് കുഴപ്പമില്ല. പിന്നെ വലുതായപ്പോൾ എനിക്കിഷ്ടമല്ലാണ്ടായി. ഈ വെള്ളത്തേൽ നമ്മൾ വേറെ വീടുകളിൽ പോവും. ചുമ്മാ ഇങ്ങനെ ഒരു പണിയില്ലല്ലോ, ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും കപ്പയോ കടല വറുത്തോ ഇങ്ങനെയൊക്കെ തിന്നുകൊണ്ട് ഈ രസമാണ്. ഇങ്ങനെ അപ്പിടിയും വെള്ളം, വീടിന് ചുറ്റും വെള്ളം, അങ്ങനെയൊക്കെ. പിന്നീട് എനിക്ക് പല ബോറായി. കാരണം കടയിൽ വന്നം അപ്പോൾ നമ്മൾ വെള്ളം കയറില്ലാത്ത എടുത്താൽ അതൊരു ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആട്ടോ. വെള്ളം ഇറങ്ങുമ്പോൾ പെരയൊക്കെ കഴുകണം. പെരയെ കയറിയാൽ വീടിൻ്റെ അകത്ത് കയറിയാലേ, വീടിൻ്റെ അകത്ത് പണ്ട് ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടോ, 1-2 പ്രാവശ്യം. 2018 വീട് മുങ്ങില്ല, മുക്കാല്. ഇത് നമ്മുടെ ഖുശ്ബു സാരി. ഞാൻ ചുമ്മാ പറഞ്ഞേട്ടാ, ഖുശ്ബു ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കടയിൽ നിന്ന് ഈ സാരി എടുത്തൊരാളെ ഉടുത്ത് കണ്ടിട്ട് ഇത് എവിടെ നിന്നാ ഇത് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഖുശ്ബുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതിട്ടത് ക്രേപ്പിൽ ബാത്തിക് പ്രിൻ്റിൻ്റെ സാരിയാണ്. നമ്മളിത് എപ്പോഴും കാണിക്കണതാണ്. ഇതിപ്പോൾ റീസ്റ്റോക്ക് അടിച്ചേക്കും. ഇതിപ്പോൾ എല്ലാം 1990 അല്ല, ഇതും 1990 സൂപ്പർ സാരിയാണ്. കൊടുത്താൽ ഇതിൻ്റെ ചുരിദാർ സെറ്റിനും ഭയങ്കര ഡിമാൻഡല്ലേ. നല്ല കളർ ചാർട്ടും നല്ലതാണ് ഉടുക്കുമ്പോഴൊക്കെ. ഫങ്ഷനായാലും ഇത് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരു പേളിൻ്റെ മാല, എല്ലാം പറഞ്ഞാലും ഞാൻ പേളിൻ്റെ മാല പറയില്ല, കുറേ നാളത്തേക്ക് അങ്ങനെയായിരിക്കും. ബോഡി ഭാഗം ഇത് മുണ്ടാണ്. 1990 കളറുണ്ടോ? ഒരു കളർ കൂടെയാണ്. ബ്ലൗസ് എന്നായിരുന്നു പ്ലെയിൻ വന്നിട്ട് ബോർഡർ ആട്ടോ. ബ്ലൗസ് ബോർഡറില്ലല്ലോ, പ്ലെയിൻ ബ്ലൗസ് അല്ലേ? പ്ലെയിൻ ബ്ലൗസ്. ബോർഡർ ഉണ്ടോ? ഇതാണോ പ്ലെയിൻ ബ്ലൗസ് പീസ്? പ്ലെയിൻ ബ്ലൗസ് പീസ് എനിക്കിഷ്ടം, ഓർഡർ വേണ്ട. നല്ല സാരി കേട്ടോ. 1990. ഇത് നമ്മൾ ഓണം ടിഷ്യൂ, നല്ല പ്രിൻറ്റിൻ്റെ സാരിയാണ്. ഓണത്തിന് ടിഷ്യൂവിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റ് സാരിയാണ്. ബ്ലൗസ് പീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്ലൗസ് പീസ് ദേ ഇങ്ങനെ തന്നെ കണ്ണി മെറ്റീരിയൽ തന്നെയാണ്. ഇത് വേണമെങ്കിൽ കയ്യാലൊക്കെ വരുത്താം. 899, 899 രൂപയുള്ളൂ. നല്ലതാണ്. ഇതിൻ്റെ വേറെ ഒരു ഡിസൈനും ഉണ്ട്.
ഓണത്തിന് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഇത് നല്ലത്. ശേഷപ്പാ ഒരു വീഡിയോയ്ക്ക് സാരി സെറ്റ് ചെയ്യലാണ് എന്നെ സംബന്ധിച്ചപ്പോൾ ഏറ്റവും കഷ്ടപ്പാട്. ഈ സാരി ഒരിടത്തും വെറൈറ്റി കിട്ടാനില്ല. എല്ലാ ആഴ്ചയിലും 2 വീഡിയോ വെച്ച സാരിയുടെ നെയ്യ് എവിടെ നിന്ന് കിട്ടാൻ എനിക്കൊരു പിടിയില്ല. ഇത് നമ്മൾ നേരത്തെ കുറേ നാളായി, ഇതിൻ്റെ ബ്ലൗസ് കുറേ നാളായി ഇത് ഇട്ടിട്ട്. ക്രോഷ്യ തന്നെ, പക്ഷേ ഇങ്ങനെ ഇത് വ്യത്യാസമുണ്ടല്ലോ ബ്ലൗസ്. ഇങ്ങനെ 1290 ആണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ല എപ്പോഴും എനിക്ക് ക്രോഷോ സാരിയുടെ എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ കഷ്ടപ്പാടും ഇതിൻ്റെ ഈ വിലക്കുറവും ഇതിലെ ഈ ഹാൻഡ് വർക്ക് ക്രോഷോയുടെ വർക്കും ഈ ചുറ്റും വർക്ക് ഇത്രയും വർക്കിന് ഈ സാധനം ഒരു അസറ്റാണ്. പിന്നെ എനിക്കിഷ്ടം ഇത് സ്കേർട്ടും ബ്ലൗസും ഒക്കെ തയ്ച്ചാലൊക്കെ നല്ലതാണ്. ഹാഫ് സാരിക്ക് നല്ലതാണ്. ചുമ്മാ ഇതുകൊണ്ട് സ്കേർട്ടും ബ്ലൗസും തയ്ച്ചിട്ടൊരു ഹാഫ് സാരി അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ പാടില്ലേ. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡിസൈൻ ചെയ്ത് ഭയങ്കര കലാബോധമുള്ളതായിരുന്നു. എനിക്ക് ആരെങ്കിലും ഡിസൈൻ ചെയ്ത് കാണാനൊക്കെ വലിയ ഇഷ്ടമാട്ടോ. 1990 1290. ആദ്യം ഇപ്പോൾ 2 സെറ്റ് അങ്ങനെ പറഞ്ഞ കാരണം സോറി അറിയാണ്ട് പറഞ്ഞ കേട്ടോ ഈശോപ്പ. അങ്ങനെ പറഞ്ഞതും പറഞ്ഞ ആരെങ്കിലും അടുത്ത് നിങ്ങൾ 1990 എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും കുറേ പേര് പറയും കേട്ടോ. എനിക്കത് കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണോ എൻ്റെ യേശപ്പൻ്റെ കെയർ ഓഫിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞാലേ വചനം പറയണേ. എൻ്റെ ദൈവമേ, വലിയൊരു ഫേമസ് ഓൺലൈൻ, ഞാൻ ആ പേര് പറയണില്ല, ആ മോള് ഭയങ്കര ഫേമസാണ്. എനിക്ക് ആ മോളെ കണ്ട വഴിയെ മനസ്സിലായി. ഞാൻ അതിൻ്റെ കാണാറില്ല. കണ്ട വഴി എന്നോട് ചോദിച്ചു, നിങ്ങളല്ലേ മോറ്റേന്ന് ഇത് കടയുള്ള വചനം പറയണേ. മോള് ക്രിസ്ത്യൻ അല്ലെങ്കിൽ അത് ക്രിസ്ത്യൻ അല്ലെന്നറിയാം. വചനം പറയുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങൾ അല്ല വചനം പറഞ്ഞ ഇത് ഇടണേ. അപ്പോൾ ഞാൻ ഓർത്തേച്ചപ്പ എന്താ അല്ലേ ആ വചനം പറയണേന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് ഇങ്ങനെ ചീത്ത പറയും വചനം പറഞ്ഞിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സങ്കടം തോന്നും. അപ്പോൾ ഞാൻ ഓർക്കും ദൈവമേ വചനം പറയാനൊരു ഭാഗ്യം ചെമ്പ്രാൻ തോന്നും. അത് ഒത്തിരി പേർക്ക് അനുഗ്രഹം, എനിക്കും അനുഗ്രഹം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭയങ്കര ടേസ്റ്റായ ഫുഡാണെങ്കിൽ നമ്മൾ സ്വന്തക്കാരോടൊക്കെ വിളിച്ചു പറയും അവിടെ കയറി ഫുഡ് കഴിക്കുക. നമ്മുടെ കടയൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ കടയിലെ തുണി ഇഷ്ടപ്പെട്ടിട്ട് ആ കടയിൽ പൊക്കോ എന്ന് പറഞ്ഞിട്ടല്ലാണ്ട് നമ്മളെങ്ങനെ ഈ 30 വർഷമായിട്ട് പിടിച്ചിരിക്കണം ഇവിടം വരെ എത്തണം. യേശുവിൻ്റെ കൃപയാൽ. അല്ലാണ്ട് ആർക്കും ഇത് 30 വർഷത്തിൽ കൂടുതലായില്ലേ പിടിച്ച് നിന്ന് ഇങ്ങനെ പോണത്. അത് കാരണം യേശുവിൻ്റെ കൃപയാൽ സൂപ്പർ സംഭവം കേട്ടോ. പെട്ടെന്ന് എടുത്തോട്ടെ. ഈ വശത്തെ ബോർഡർ ഇല്ല, ലേസ് വർക്കേ ഉള്ളൂ. ഒരു വശത്തെ ബോർഡർ 1290 ഉള്ളൂ. നല്ല കളർ ടൊമാറ്റോ റെഡ്. അത് ഇത് ഗ്രീൻ, ചെറുപയർ ഗ്രീനും നല്ല ഒതുക്കമുണ്ട്. നല്ല കോട്ടൺ സാരി കൊടുത്താൽ ഭയങ്കര സൗന്ദര്യമല്ലേ. എപ്പോഴും നമ്മൾ പറയില്ലേ സുഹാസിനി സ്റ്റൈല്, ശോഭന സ്റ്റൈല്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമേ ഈ മൊബൈൽ ഞെക്കിക്കൊണ്ടിരുന്നപ്പോൾ ഫേസ്ബുക്കിൽ ഈ പഴയ സിനിമയുടെ തൊടുമ്പോൾ വരുമല്ലോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ പിന്നെ പഴയ സിനിമ മമ്മൂട്ടി, സുഹാസിനി, എൻ്റെ അമ്മോ 1000 മണവത്തൂരിൽ 1000 മണവത്തൂരിൽ 1000 ശിവരാത്രി. ഉദ്രസോലെ സുഹാസിനെയൊക്കെ കാണാൻ, മമ്മൂട്ടീനെ കാണാൻ. അമ്മേ ഞാൻ തിരുവനന്തപുരത്ത് YWCA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 1000 രാത്രികൾ എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. എന്നാൽ ആ രാത്രി ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് നിങ്ങൾ ജനിച്ചിട്ട് പോലും കാണില്ല. അത്ര എനിക്കന്ന് 15 വയസ്സുള്ളൂ, 16 വയസ്സുള്ളൂ. അന്നേരം അവർ ജനിച്ചിട്ട് പോലും കാണില്ല. 1000 ആ രാത്രി ഷൂട്ടിങ്ങിന് മമ്മൂട്ടി, പൂർണിമ, ജയറാം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ കഴിഞ്ഞ് പൂർണിമ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ വന്നേ. അയ്യോ എൻ്റെ സാരിയുടെ കാര്യം ആദ്യം പറയട്ടെ. നല്ല ബ്രിക്ക് കളറ് ഓറഞ്ചൂടെ കൂടി അടിപൊളി കളറിൽ ഇത് ലേസ് അടിപൊളി സാരി കേട്ടോ. നിങ്ങൾ ഈ ക്രോഷ്യോ വർക്കൊക്കെ മുന്താണീനെ കണ്ടല്ലോ അല്ലേ, പെട്ടെന്ന് എടുത്തു. എന്നിട്ടേ മമ്മൂട്ടിയും
ഞാൻ ഈ പെണ്ണുങ്ങൾ വർത്താനം പറയിക്കില്ല, പിന്നെ എന്താ ചെയ്യണേ? ഇതെല്ലാം കാര്യം പറയാനുണ്ടായിരുന്നു. അവരത് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുക. എവിടെമാർക്കും ഒരു കുഴപ്പമാണ്. കോട്ടയിലെ ഗോൾഡൻ കളർ വൈറ്റ് ഡിസൈനും ഉണ്ട് കേട്ടോ. ഇത് ഒരുമാതിരി ഫുള്ളുണ്ട് കേട്ടോ. സാരി പ്ലീസിൻ്റെ അവിടെ വരുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ പോകുന്നിടം, പിന്നെ പ്ലെയിൻ ബ്ലൗസ് പീസ്. നിങ്ങൾ അവരെ ചീത്ത പറഞ്ഞോട്ടെ, അവരെന്നെ വർത്താനം പറയിക്കില്ല, പിന്നെ എന്നാ ചെയ്യണേ? ഇതിനെത്ര? 1790. എന്നെ പേടിപ്പിക്കാൻ വലിയ ആൾക്കാരാണ്. കന്നഡ വെച്ചിട്ടില്ല. 1790 119990. എന്നിട്ട് മമ്മൂട്ടിയും പോകും. ഞാൻ ഒക്കെ നോക്കിയപ്പോൾ ഞങ്ങളുടെ YWCA സ്പെൻസർ ജംഗ്ഷനിലുള്ള YWCA ഹോസ്റ്റലിലായിരുന്നേ. കഴിഞ്ഞ ഓണം ഇങ്ങനത്തെ ക്രേപ്പിൻ്റെ കാണിച്ചില്ലേ, അതിൻ്റെ ക്രേപ്പിൽ നടുക്ക് ഡിസൈൻ വ്യത്യാസം. നല്ല സാരി കേട്ടോ. പണ്ട് ഈ അംബികയൊക്കെ ഇങ്ങനത്തെ ഈ നടുക്ക് ഇങ്ങനെ അരികത്തുള്ള സാരി കൊടുത്ത് മോഹൻലാലും അങ്ങനെയൊക്കെയുള്ള സിനിമ, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. എങ്ങനെ പൊട്ടിക്കിടക്കണ സാരി ഒത്ത് ഭംഗിയായിരുന്നല്ലേ? അങ്ങനെയൊക്കെ. അയ്യോ നിങ്ങളൊന്നും ആ സിനിമകൾ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ സിനിമ എനിക്ക് എന്തിനാ കൊള്ളാം. ഇപ്പോഴത്തെ സിനിമയൊന്നും കൊള്ളൂല, അന്നത്തെ സിനിമകൾ. എന്നിട്ട് ഇങ്ങനെ ഹോസ്റ്റലിലേക്ക് കയറിയപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വെച്ചേക്കാം. 1390. അയ്യോ 1000. എന്നാൽ ഞാൻ ഇത് കഴിയുമ്പോൾ പറയാം അല്ലേ? നിങ്ങൾ ഇട്ടിട്ട് പോരുത് കേട്ടോ. ഈ വീഡിയോയുടെ അവസാനം ആ മമ്മൂട്ടീനെ കണ്ട കാര്യം പറയാം കേട്ടോ. പൂർണിമ ജയറാമിനെയും കണ്ട കാര്യം. ഈ പെണ്ണുങ്ങളല്ലേ സമ്മതിക്കില്ലതേ. ഇതാട്ടോ ബ്ലൗസ് പീസ്, യെല്ലോ കളറ്. അതെ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം ആരും മറന്നു പോരുത്. ഇവിടെ മൊത്തം വീഡിയോ ഇടാനും വെബ്സൈറ്റിൽ കയറുന്ന എല്ലാവരും അസുഖവും പനിയും, എൻ്റെ ദൈവമേ മൊത്തം പ്രശ്നമായിപ്പോയി. ഇപ്പോൾ ഇങ്ങനെ ഒരു പനി ബാധിച്ച് എല്ലാം, എന്ത് ദൈവമേ, പനിയൊക്കെ വന്നാൽ അതാണ്. ആർക്കെങ്കിലും കഷ്ടത വന്നാൽ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. അതെങ്ങനെയായാലും നമ്മളെ ബാധിക്കും. എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഗുണമാണ്. ഇപ്പോൾ പനി വന്നാൽ ഇങ്ങനെ കടയിട്ട് ആൾക്കാർ വരുമോ? മഴ പെയ്താൽ അങ്ങനെ. അപ്പോൾ ദുരിതം ആർക്കും വരാണ്ടിരിക്കട്ടെ. അതാണ് യേശുമ്പരാൻ്റെ ബുദ്ധി. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. പിന്നെ എന്ത് രസമല്ലേ കളറൊക്കെ. എനിക്കിതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ സാരി കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഇനി ഇതിൻ്റെ കാന്ത വർക്ക് എത്രയാണ്? 1190. കുറേ കളറുണ്ട് കേട്ടോ. കുറേ കളറില്ല, മെയിൻ പോണ കളർ കേട്ടോ. ബേജ് കളർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ബോർഡർ. എല്ലാ ബ്ലൗസിലും ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് അരികത്ത് ആ ഡിസൈൻ തന്നെ ബോർഡർ. 1190 വിലയുള്ളൂ. ശരിക്കും 1190 ഒക്കെ നമ്മൾ സാരി വയ്ക്കണേൽ എനിക്ക് കൊടുത്ത് കാണുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സാരിയാണ് 1199. ആൾക്കാർ ഉടുത്ത് വരുമ്പോൾ നല്ലതാണ്. പിന്നെ അവർക്കൊരു മുതൽക്കൂട്ട്. ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. ഇപ്പോൾ കഴുകുന്തോറും സോഫ്റ്റും ആകും. വേണമെങ്കിൽ സ്റ്റിഫായിട്ടിരിക്കണമെങ്കിൽ സ്റ്റിഫ് ആശയം പിഴിഞ്ഞാൽ മതി. 1199 ഉള്ളൂ. ഇതിൻ്റെ കുറേ കളേഴ്സ് എല്ലാം എന്ന് വിടത്തുണ്ടല്ലോ. ഡിസൈൻ ഞാൻ ചുമ്മാ കാണിക്കാം, ഇങ്ങനെ കാണിക്കാം. ഭയങ്കര പാട്. ഇതിൻ്റെ ഫോൾഡിങ് ഒക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെ മടക്കി വയ്ക്കാനൊക്കെ. ഓണത്തിന് ഇങ്ങനെ ഉടുത്താൽ മതി. ഓണത്തിനെ ഈ ബേജ് കളറ് ആ തീമല്ലേ ഇപ്പം റണ്ണിങ് അല്ലേ കംപ്ലീറ്റ് മനുഷ്യർ സാരിക്ക് മുറിക്കണേ. തോണേ വെറൈറ്റി ഓണസാരി ഞാൻ കാണിക്കുള്ളൂ. എൻ്റെ പൊന്നെ, കേരള സാരിയും കേരള പാടം ബ്ലൗസും കേരള ചുരിദാറൊക്കെ ആൾക്കാർ വിട്ടു എന്ന് തോന്നും. എല്ലാവരും വേറെ ഒരു തീമിലേക്കായി. പിന്നീട് ഉപയോഗിക്കാവുന്ന രീതിയിൽ. കാരണം ഓണത്തിന് ഇട്ടിട്ട് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ വേസ്റ്റാക്കി കളയേണ്ടെന്ന് ഓർത്തായിരിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ മുന്താണി ഇങ്ങനെ ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് ആ ബോർഡർ. അപ്പോൾ ഇതിൻ്റെ തന്നെ പല ഇത് കാണിക്കാം കേട്ടോ. ഇനി അപ്പടിയും വിടത്തനില്ല. ഇതേ മുന്താണി ഇങ്ങനെ ഡിസൈനിങ് ഉള്ളിലത്തെ. കാരണം ഈ കളറൊക്കെ ഇപ്പോൾ ഓണത്തിന് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഈ കളറിന് ഭയങ്കര വൻ ഡിമാൻഡ് ഇതിന്, ഗോൾഡൻ കളറിനൊക്കെ.
ഓണത്തിന് ശരിക്കും നല്ലതാ. പിന്നെ കൊടുക്കാം. ഹാൻഡ് എംബ്രോയിഡറി ആണ് ചിന്തിക്കണം. നമ്മുടെ കയ്യിലെത്തുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ 1199 ഉള്ളൂ. ഇപ്പോൾ ഇത് ചെയ്തു കൊടുത്ത മനുഷ്യർക്ക് എന്ത് കിട്ടിക്കാണ്. എത്ര കൈമറിഞ്ഞാൽ നമ്മുടെ ഈ വന്നെ. ഒത്തിരി കൈമറിഞ്ഞല്ലേ വന്നേക്കണേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് സത്യത്തിൽ എന്നാ കിട്ടണേ അല്ലേ? യേശുപ്പാ സ്തോത്രം. ഇതൊരു ശരിക്കും മുതൽക്കൂട്ടാട്ടോ. ഹാൻഡ് വർക്കാന്ന് ഓർക്കണേ. ചുമ കേട്ട് നിങ്ങൾക്ക് ബോറടിക്കണം. കുരുമുളക് വെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു അവരോടൊക്കെ. ഒന്നും പറ്റൂല ആർക്കും. ചില ചൂടൻ വെള്ളത്തിയിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടേ കുരുമുളക് കടിച്ചാൽ മതി. പക്ഷെ പോയില്ല. എന്നാലും ഏതാ വെള്ളം എങ്ങനെയും ഇറക്കാം. പെട്ടെന്ന് പിടിച്ച് കിട്ടിയ പോലെ ചുമ നിൽക്കൂട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കും കേട്ടോ. കുരുമുളക് അടിപൊളി അടിപൊളി ബോട്ടിൽ ഗ്രീനിൻ്റെ ഏട്ടാ. ഓണത്തിന് ബോട്ടിൽ ഗ്രീന് നല്ലതല്ലേ? നല്ലതല്ലോ അല്ലേ? നല്ല കളർ. ബ്ലാക്ക്. ശരിക്കും ഒരു ബ്ലാക്ക് സാരിയിൽ ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഈ കാന്താ വർക്കിൻ്റെ സാരി. സോഫ്റ്റ് ആകാൻ ഒന്ന് വെള്ളത്തിൽ മുക്കി പൊക്കി എടുത്താൽ മതി. പുതുന്നായിക്കോളും. പിന്നെ സ്റ്റിഫാകാൻ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിഫ് ആൻഡ് ഷൈൻ പിടിക്കുക. ഇത് ശരിക്കും സോഫ്റ്റ് മെറ്റീരിയലാണ്. ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫ്രെയിമിലിട്ട് കഴിയുമ്പോഴത്തേനും സോഫ്റ്റ് ആകുമ്പോൾ അവരൊന്ന് ബലത്തിലാക്കണതാണ്. 22 എനിക്ക് ഇത്ര സ്ലോ മോഷൻ കഥ പറഞ്ഞില്ലല്ലോ. കഥ ലാസ്റ്റ് പറയാന്നല്ലേ പറഞ്ഞത്. ഇവരെന്നെ കൊണ്ട് കഥ പറയിക്കില്ല. അയ്യോ ലാസ്റ്റ് ഞാൻ കഥ പറയാണ്ട് നിങ്ങൾ പോകണ്ട കേട്ടോ. ഞാൻ കഥ പറയാം. കഥയല്ല സത്യം. മമ്മൂട്ടീനെ അടുത്ത് കണ്ടതാ. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണേ. സാരി എല്ലാം എടുക്കട്ടോ. ഈ കഥ സാരി ചിലവായില്ല. ഈ പെണ്ണുങ്ങൾ പറയും ഞാൻ കഥ പറഞ്ഞാൽ നിങ്ങളെ വഴി തെറ്റിക്കുമായിരുന്നു. അത് കാരണം അവരാരും സാരി എടുത്തില്ലെന്ന് പറയും കേട്ടോ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ സാരി എടുക്കണുണ്ടോ? അപ്പുറത്തെ കടയിൽ പണ്ട് ഇങ്ങനെയായിരുന്നു. ഇത് എല്ലോട്ടോ ലെമണല്ലോ. ലെമണല്ലോ ഗോൾഡൻ പോലെയൊക്കെ കൊടുക്കാം നമുക്ക്. ലൈറ്റ് ഒരു ഗോൾഡൻ പോലെ അല്ലേ? ഗോൾഡൻ ആണോ ലെമണല്ലോ ആണോ? ഇത് ഭംഗിയ ഗോൾഡൻ കളർ ആട്ടോ. യെല്ലോയാണോ? ഇത് ഗോൾഡൻ അല്ലേ? ഇത് ഗോൾഡൻ കളറാ. ഇത് ഗോൾഡൻ കളറാണ്. അതിനൊക്കെ ബേജ് കളറിനാണ്. ഇത് ഗോൾഡൻ കളറാണ്. ഗോൾഡനിലെ വർക്ക് ഇതേക്ക് ഓണത്തിന് കൊടുക്കാൻ നല്ലതാണ്. ഇതൊക്കെ കണ്ടോ? ഇവിടെ കാണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞില്ലേ? ഇതിങ്ങനെ കേട്ടോ. ഇത് റീസ്റ്റോക്ക് വന്നാട്ടോ. പെട്ടെന്ന് എടുത്തോട്ടോ. അന്ന് മുതൽ ഒത്തിരി പേര് റീസ്റ്റോക്ക് വെച്ചിരുന്ന ഇത് 899 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂട്ട് സാരി പോലെ ഇരിക്കണമെന്നൊക്കെ. ഞാൻ 5000-യുടെ സാരിയുടെ ലുക്കുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളല്ലെങ്കിൽ മേടിച്ചിട്ട് നോക്കുക. നിങ്ങൾക്ക് 899 രൂപയല്ലേ മുടക്കുള്ളൂ. ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പറയും ദൈവനാമത്തിൽ പറഞ്ഞിട്ട് ഇതിന് വലിയ ഗ്ലാമറിലോ എന്നൊക്കെ പറയണ മനുഷ്യരുണ്ട്. ദൈവനാമത്തിൽ ഇങ്ങനെ വചനം കേട്ടോ പറയണം. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. എൻ്റെ പൊന്നെ എനിക്ക് പറ്റൂല കുസ്തി പിടിക്കാൻ. ഇത് മുന്തിരി കളറേ. നല്ല സംഭവങ്ങളാട്ടോ. എല്ലാം വെറൈറ്റി കളർ ചാർട്ടാട്ടോ. ഇതൊരു എന്ത് സോഫ്റ്റ്. നിഴല് പഠിക്കില്ല. കുഞ്ഞു പറയണേ അമ്മയ്ക്ക് എന്നാ പറഞ്ഞാലും ഇപ്പോൾ ബനാറസ് അതിനുപയോഗിയ കാജീര കൊടുത്തോണ്ടിരുന്നല്ലേ. അവൾ പറഞ്ഞ അമ്മയ്ക്ക് ബനാറസ് ചെയ്തോളൂ. അമ്മ ബനാറസ് കൊടുത്താലേ ഭംഗിയുള്ളൂ. ഇങ്ങനെ എല്ലാവരും പറഞ്ഞാൽ ഉള്ള ബനാറസ് അപ്പടി ഞാനിപ്പോൾ എടുത്തു വെച്ചേക്കാം. 5 എണ്ണം ഉണ്ട് ഇപ്പോൾ ബനാറസ് സാരി എനിക്ക്. ഇനി ബനാറസ് ഇപ്പം എടുക്കളില്ലെന്ന് ഓർത്തു. നീ ഡൈ ചെയ്ത് പിന്നെ ഡൈ ചെയ്യാൻ പറ്റൂല. അങ്ങനെ വല്ലതും ജീവിക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. കളേഴ്സൊക്കെ എനിക്കുള്ള കളറുകൾ.
പെട്ടെന്ന് എടുത്തു കേട്ടോ. തന്നെ ഇല്ലാത്ത കളറൊക്കെ എടുത്തു. നല്ല ഗ്രീൻ. ബനാറസിൻ്റെ സാരി നമുക്ക് ഓണത്തിന് കൊടുക്കാം. 899 രൂപയല്ലേ ഉള്ളൂ. ഇനി എന്നായാലും ഒരു വർഷത്തേക്കൊക്കെ ബനാറസ് മാറി. ഇനിയിപ്പോൾ എന്താ വന്നേന്ന് അറിയാൻ പാടുള്ളൂ. കാഞ്ചീപുരം മാറി ബനാറസ് വന്നു. ഇനി ഇത് മാറി പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ടിഷ്യൂ സാരി എന്നാണ് പറഞ്ഞത്. ഇനി കുറേ നാളത്തേക്ക് നല്ലൊരു ചെറുപയർ വെച്ചല. പിന്നെ ഇതിൻ്റെ കളർ ചെറുപയറിന് ഇച്ചിരി തെളിച്ചില്ലേ? ചെറുപയർ വെച്ച ഇത് ബ്ലാക്കിന്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. കനവും ഇല്ല, നല്ല സാരി. ഒരു അസറ്റാട്ടോ. കുറച്ച് വന്നിട്ടുള്ള റീസ്റ്റോക്ക് നിങ്ങൾ പെട്ടെന്ന് എടുത്താൽ കിട്ടും. ഇത് കഴിഞ്ഞ തവണ റീസ്റ്റോക്ക്, ഇത് കഴിഞ്ഞ തവണ കാണിച്ചല്ലേ, അതിൻ്റെ റീസ്റ്റോക്ക് വന്നാട്ടോ. ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാരി ആട്ടോ. 750 അല്ലേ? 750 രൂപയുള്ളൂ. നല്ല സാരിയാണ്, പെട്ടെന്ന് എടുത്തോ. ബ്ലൗസും എല്ലാം പ്ലെയിൻ ആയിരിക്കും. സിൽക്കി കോട്ടയിൽ ഫുള്ളി വർക്കുണ്ട്. 750 രൂപയുള്ളൂ. ഇതും ഒക്കെ ഓണത്തിന് കൊടുക്കാം കേട്ടോ. ഇത് ഓണത്തിന് കൊടുക്കാവേ. ഓണത്തിൻ്റെ കളർ ഈ കേരള ക്രീം കളറാണ്, ബേജ് കളറാണ്. ബേജും കേരള ക്രീമുമാണ് ഓണത്തിൻ്റെ കളറ്. ഇത് ഓണക്കളറല്ലേലും വൈറ്റാണ്. വൈറ്റ് കളറിൽ ഈ ഡിസൈൻ ഭയങ്കര ഡിമാൻഡാണ്. വൈറ്റ് കളറിൽ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് സാരിക്ക് ഒത്തിരി പേർക്ക് വൈറ്റ് സാരി, ബ്ലാക്ക് സാരി ഒക്കെ ഇഷ്ടമുള്ളവരില്ലേ? അങ്ങനെയുള്ളവർക്ക് പള്ളിയിൽ സമാജമൊക്കെ ഇല്ലേ? 750 രൂപയല്ലേ ഉള്ളൂ. ഇത് വൈറ്റിൽ ചാർക്കോൾ കളർ, ആൻറ്റിക് സിൽവർ. ഇനി ഒരു കോട്ടൺ സാരി. കാര്യം മഴക്കാലം ആയപ്പോൾ നല്ല കോട്ടൺ സാരി വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം? ശരിക്കും വേനൊക്കെ ഈ കോട്ടൺ സാരിയുടെ ഒത്തിരി വെറൈറ്റി കിട്ടിയോ? അതുമില്ല. അന്ന് അയച്ചതായിരിക്കും കേട്ടോ, എപ്പോഴായിരിക്കും എത്തിയത്. ഇതേ ബ്ലൗസ് പീസ് 499 രൂപയുള്ളൂ. പ്യുവർ കോട്ടൺ ആണ്. പിന്നെ ഒരു കാര്യം ഓർക്കാം, നമുക്കിപ്പം 10 വർഷം കഴിഞ്ഞോ 50 വർഷം കഴിഞ്ഞോ കോട്ടൺ സാരിയുടെ ഫാഷൻ പോകുന്നുണ്ട്. എന്തെങ്കിലും പോയി കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കോട്ടൺ സാരി കൊടുത്തേ ഇതിൻ്റെ ഫാഷൻ പോയതാണെന്ന് ആരും പറയില്ല. 499 രൂപയുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അടിപൊളി സാരികളല്ലേ ഇന്ന് കാണിച്ചതെല്ലാം. സാരി നിങ്ങളൊന്ന് നോക്കി കടയിൽ പോയിട്ട് ഞാനിപ്പോൾ കാണിക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ അത്രയും എൻ്റെ കഷ്ടപ്പാടിലോട്ടോ യേശുമ്പരാൻ എങ്ങനെയൊക്കെയോ എന്നെ ഒപ്പിക്കുന്നത് അത്രയും കാണിക്കാൻ. ഒരു ഓണസദ്യ ഒരുക്കാനേ അവിയൽ, സാമ്പാർ, മധുരക്കറി എല്ലാം ഒപ്പിക്കണ്ടേ? എല്ലാ വിലയുടെയും ഒക്കെ വെച്ചിട്ടില്ലേ? വില കുറഞ്ഞതും കൂടിയതും കോട്ടനും. ഇടിയും കുറേ നേരം മൊബൈൽ പിടിച്ചോണ്ട് എടുക്കുകയില്ല. ഞാൻ കുറേ നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക പോസ് ചെയ്ത്. ഞാൻ ഫോട്ടോ എടുത്തത് കണ്ടിട്ട് പൊന്നെ എനിക്ക് പറ്റില്ല. മതി മമ്മൂട്ടിയുടെ കാര്യം പറയണം. നല്ല മെറൂണും മഞ്ഞയും. പെട്ടെന്ന് മമ്മൂട്ടിയുടെ പറയട്ടെ. എന്നിട്ട് ഞാൻ ഹോസ്റ്റലിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഏതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്നാ സിനിമ ഷൂട്ടിങ് അതിന് മുമ്പ് കണ്ടിട്ടില്ലോ. അപ്പോൾ ഇതെന്നാന്നറിയാൻ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ആരുമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഡോമെട്രിയാണ് അന്ന് താമസിക്കുന്നത്. കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു എല്ലാവരും കട്ടിലേക്ക് കയറി കിടക്കും കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട്. ഞാൻ ഇച്ചിരി അകലെയുള്ള സെൻറ്റ് സേവിയേഴ്സ് തുമ്പയിലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബസ്സാണ് വെച്ചാൽ താമസം തന്നെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും എല്ലാവരും കിടക്കുക. എന്നാന്ന് ചോദിച്ചപ്പോൾ കൊച്ചമ്മ പറഞ്ഞു എല്ലാവരോടും എന്നോടും പറഞ്ഞു സുനി പോയി കിടന്ന് ഉറങ്ങിക്കുമോന്ന്. അപ്പോൾ എന്നോട് അവരെ മേളിൽ ചെന്ന് പറഞ്ഞു സിനിമ ഷൂട്ടിങ്ങാണ് നമ്മൾ കാണാണ്ടിരിക്കാൻ കൊച്ചമ്മ എന്നാണ് വാർഡനെ വിളിക്കണേ. കൊച്ചമ്മ എല്ലാവരോടും കയറി കിടന്നോളാൻ പറഞ്ഞാണ്. അയ്യോ എൻ്റെ ഇപ്പോൾ സ്വഭാവം ഫസ്റ്റല്ലേ. അപ്പോഴത്തേനും എനിക്ക് ഷൂട്ടിങ് കണ്ടേ തീരുള്ളൂ. എന്നിട്ട് പയ്യെ പാത്ത് പോവും കേട്ടോ.
പാത്ത് പോയി ഞങ്ങൾക്ക് ഒരു ഹോളിലാട്ടെ ഈ ഇങ്ങനെ അവിടെ ഹോളിൽ ഒരു മീറ്റിംഗ് പോലെ അതിൽ മമ്മൂട്ടി വന്നതൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് കാണിക്കണേ, മമ്മൂട്ടിയും പൂർണിമ ജയറാമൊക്കെ. അപ്പോൾ ഹോളിൻ്റെ തൊട്ടിപ്പുറേ M.Com MSc MA-കാരുടെ ഒക്കെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അവരുടെ ഒരു മുറി കയറിയിട്ട് കട്ടിലേക്കട പിടച്ച് കയറി ഒരു ഇത്രയുള്ള വെന്റിലേറ്ററിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഹോളിൻ്റെ ഡോറിക്കട ഞങ്ങൾ കൈയിട്ടിങ്ങനെ വിളിച്ചു. അപ്പോൾ പൂർണിമ ജയറാം കണ്ടു കേട്ടോ. രോഹിണി പൂർണിമ. അപ്പോൾ രോഹിണി ഇങ്ങനെ കാണിച്ചപ്പോൾ വലിയ മൈൻഡ് ചെയ്തില്ല കേട്ടോ. ചിലപ്പോൾ കാണാഞ്ഞിട്ടാണെന്ന് ഞാൻ അറിയാം. പൂർണിമ ജയറാം വന്നപ്പോൾ ഇങ്ങനെ നോക്കി ചിരിക്കാൻ എന്ത് രസമാണോ, നിരയത്തെ മുല്ലപ്പൂ പോലത്തെ പല്ല് എന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ, മഞ്ഞൾ വിരിഞ്ഞ് പൂക്കളി കാണാമല്ലോ എന്ത് ഭംഗിയാ. അപ്പോൾ പൂർണിമ ജയറാമിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ മമ്മൂട്ടീനെ കാണണം, ഒന്ന് വിളിക്കാവോ എന്ന്. അപ്പോൾ നമ്മൾ ഓർക്കണേ അന്ന കാലത്തെ സിനിമയിൽ ഇങ്ങനെ തൊടുമ്പോൾ തൊട്ടു എന്നാണൊക്കെ. അപ്പം മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ടതേ ഇങ്ങനെ തൊട്ട് വിളിക്കട്ടതേ ഈ ആ പിള്ളേർ വിളിക്കണം. നമ്മളവിടെ മമ്മൂട്ടി ഭയങ്കര സീരിയസാ, എന്താ പുള്ളിക്കാരി ഇങ്ങനെ വന്നേ പിള്ളേർ വിളിക്കണമെന്ന് പറയാം. അപ്പോൾ മമ്മൂട്ടി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ചിരിയിട്ടോ. ഞങ്ങൾ കുറേ തല ഓരോരുത്തർ പാർവടത്തിന് ഓരോ തല, ഞാനിങ്ങനെ കയറിയിട്ട് എന്നെ പിടിച്ച് വലിച്ചാലും ഞാൻ മാറിട്ടില്ല കേട്ടോ. എന്നിട്ട് മമ്മൂട്ടി ഇങ്ങനെ ഭയങ്കര ചിരിയിരിക്കുക. അപ്പോൾ മമ്മൂട്ടിയുടെ ഇവിടെ പല്ല് ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇരിക്കുക കേട്ടോ, അയ്യോ ഇവിടുത്തെ പല്ലെന്തിയേ, ഇതെന്തോ എന്തോ കുഴപ്പം കാണിച്ച് പോയതായിരിക്കും അല്ലേ. ആഹാ കുഞ്ഞു പിള്ളേരെ ശരിയല്ല, പിള്ളേർ ശരിയല്ലോ, നിങ്ങളുടെ ചേച്ചിമാരൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കാം കേട്ടോ മമ്മൂട്ടി. അത്രയും ചോദിച്ചു. മമ്മൂട്ടിയും പൂർണിമ ജയറാമൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞ ഞങ്ങളുടെ കൊച്ചമ്മ ഷൂട്ടിങ് കാണാൻ പോയിരിക്കും. ഞങ്ങൾ നോക്കിയപ്പോൾ കൊച്ചമ്മ നോക്കിയപ്പോൾ മമ്മൂട്ടിയും പൂർണിമയ്ക്ക് ഇങ്ങോട്ട് ഹോളിൻ്റെ അറ്റത്തേട്ട് പോവാ. നോക്കിയപ്പോൾ കുറേ തലകൾ ഞങ്ങളുടെ തല കണ്ടു. കൊച്ചമ്മ ഇങ്ങനെ വന്നേം കണ്ടു. എൻ്റെ ദൈവമേ, ഞങ്ങളെല്ലാം കൂടെ തിരിച്ചോടി. ഞാൻ ഒരു ബാത്റൂമിൽ കയറി അടച്ച് കയറി കുറേയിരുന്നു. കൊച്ചമ്മ കുറേ എണ്ണത്തിന് എപ്പോഴത്തെ കിട്ടി ഒരു എണ്ണം പൊടണ ചീത്ത കേട്ടോ. ഞാൻ ബാത്റൂമിൽ ഇരുന്ന് മടുത്ത് കൊച്ചമ്മ പോകണ്ടോ നോക്കിയിട്ട് ഈ പോണില്ല കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ബാത്റൂമിൽ നിന്ന് എന്നെ ഇറങ്ങി വന്നു. സുനി ഇവിടെ വന്നേ, നീ എവിടെയായിരുന്നു? എന്നാ കൊച്ചമ്മ ഞാനിപ്പോൾ ഉറക്കെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയതാ. നീ അതിന് മുമ്പ് നീ എവിടെയായിരുന്നു? നീ അങ്ങോട്ട് MA-കാർ അങ്ങോട്ട് ബ്ലോക്കിയിട്ട് വന്നില്ലായിരുന്നോ? ഇല്ല വന്നില്ല, ഞാൻ ബാത്റൂമിൽ തന്നെ. എനിക്ക് നോണാക്കം നല്ല കാര്യമായിട്ട് പറഞ്ഞ എന്നെ ചീത്ത പറഞ്ഞില്ല. ഞാൻ ബാത്റൂമിൽ അത്രയും മണിക്കൂറിരുന്നു. അങ്ങനെ മനോഹരമായൊരു ഷൂട്ടിംഗ് ഒക്കെ കണ്ടു. അത് പറയാനായിരുന്നു ഈ പിള്ളേർ പറയിക്കണ്ടേ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കാൻ മറക്കരുതട്ടെ സിനിമാ കഥ കേട്ട്. ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ അടുത്ത ദിവസം വേറെ കഥ പറയാതെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ശുഭ്രൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.